എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഫാറ്റി ലിവർ, സിറോസിസ്, കരൾ രോഗങ്ങൾ മാറ്റാൻ. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്താണ്? ലിവർ സെൽസിനകത്ത് ഫാറ്റ് അടിഞ്ഞ് കിടക്കുന്നത് ആണ് നമ്മൾ ഫാറ്റി ലിവർ. അത് യൂഷ്വലി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഡയഗ്നോസിസ് ആണ്. അതുപോലെ മറ്റ് സ്കാനിലും അത് അറിയാൻ പറ്റും. യൂഷ്വലി അത് ലിവറിൻ്റെ കുറച്ച് സൈസ് കൂടും. പിന്നെ അതിൻ്റെ ഒരു എക്കോടെക്സ്റ്റ്, നമ്മളിപ്പം അൾട്രാസൗണ്ട് സോണോളജിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സ് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രേ സ്കെയിൽ വെച്ചാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു വ്യത്യാസം വരാം, ഫാറ്റ് വന്നിരിക്കുന്നതിൻ്റെ അറിയും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഫൈബ്രോസിസ് വരും, സിറോസിസ് വരും, അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം ബേസിക്കലി ഫാറ്റ് അടിയാണ് ലിവർ സെൽസിനകത്ത്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആദ്യം അറിയാതെ പോവും എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വല്ല ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. അതേസമയം ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് മിക്കവാറും വേറെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരാൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുമ്പോൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ വണ്ണം വയ്ക്കും, ഓവർ വെയിറ്റ് ആവും. ഓവർ വെയിറ്റ് തന്നെ ആവണമെന്നില്ല. നമ്മുടെ ഇന്ത്യൻസിനൊക്കെ ജനറലി നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് BMI 25 ആണ് പറയുന്നത്. ഇന്ത്യൻസിന് മാക്സിമം ആകാവുന്ന വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ 23 ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം ഈ സെഡൻറ്ററി, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ലൈഫ് സ്റ്റൈലാകുമ്പം പലർക്ക് ശ്രദ്ധിച്ചാൽ മതി, 20-21 BMI വരുമ്പോൾ തന്നെ കുടവയറ് വരുന്നതായിട്ട് കാണണം. അപ്പോൾ ഈ കുടവയറ് ഒരു ഡയറക്റ്റ് ഇൻഡിക്കേഷനാണ് നമ്മളുടെ കൊഴുപ്പ് കൂടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കൊഴുപ്പ് കൂടുന്നതിൻ്റെ നമ്മളുടെ ശരീരത്തിൽ മൊത്തത്തിൽ കൊഴുപ്പ് കൂടുന്നു. ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടുന്നതും കൊഴുപ്പ് തന്നെയാണ്. അതും കൂടുമ്പോഴേക്കുമാണ് പിന്നെ നെക്സ്റ്റ് ലിവറിലും ഫാറ്റ് കിട്ടും. അതായത് ലിവറിൻ്റെ പണിയാണ് നമ്മൾ കൂടുതൽ ഓയില് അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നത് നേരെ ഫാറ്റായിട്ട് തന്നെ പോയി ലിവറിൽ ചെല്ലും. അതിനെ കൊണ്ടുപോയി നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ, അതായത് ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നിടത്ത് കൊണ്ടുപോയി വെക്കണം. അതുകൂടാതെ ഗ്ലൂക്കോസും സ്റ്റാർച്ച്, നമ്മൾ അരിയും ഗോതമ്പും ഒക്കെ കൂടുതൽ നമ്മൾ ഈ ജങ്ക് ഫുഡിലെല്ലാം സ്റ്റാർച്ചും അല്ലെങ്കിൽ ഓയിലുമാണ് വരുന്നത്. ഇതെല്ലാം കൂടുതൽ കഴിക്കുമ്പോൾ ഇതിനെല്ലാം കൊണ്ടുപോയി അഡിപ്പോസ് ടിഷ്യൂയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ ചില ഹോർമോൺ സിസ്റ്റംസും മെറ്റബോളിസും ഒക്കെ തെറ്റുന്നതോടെ അത് സ്റ്റോറേജിലേക്ക് പോകാതെ അത് ലിവർ അതിന് ഗ്ലൂക്കോസിനെയൊക്കെ മാറ്റി ഫാറ്റാക്കും. പക്ഷെ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ലിവറിൽ ഫാറ്റ് അടിയുക എന്ന് പറയുന്നത്. അതായത് അതിനെ പുറത്ത് കൊണ്ടുപോയി വെക്കേണ്ടടുത്ത് വെക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ വെക്കാൻ സ്ഥലമില്ലെന്നാവും. ഫാറ്റ് സെൽസ് എല്ലാം ഫില്ലായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോയി ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് പോകുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്. ഇപ്പം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന് പറയുന്ന സിൻഡ്രോം എക്സ് എന്ന, അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം. പണ്ട് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം സിൻഡ്രോം എക്സ് എന്നാണ് പറയുന്നത്. അത് ഒബേസിറ്റി, നമ്മൾ അതിൽ ഡെഫിനേഷനിൽ പറയുമ്പോൾ ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഡിസ്ലൈപ്പിഡീമിയ, അതായത് ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ കൂടുന്നു. ഇതിലേതെങ്കിലും 2 ഐറ്റംസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിൻഡ്രോത്തിൻ്റെ പാർട്ടാകും. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഫാറ്റി ലിവർ, മറ്റുള്ള ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിനകത്ത് രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് വരിക, അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരിക, ബ്രെയിൻ അറ്റാക്ക് വരിക, ലിവറിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറോസിസ്, അങ്ങനെ പോവുക, കിഡ്നിക്ക് ഫെയിലിയർ വരിക. ഇതെല്ലാം ആക്ച്വലി എല്ലാം ഒരു സിൻഡ്രോം എക്സിൻ്റെ അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷനാണ് ഇതെല്ലാം വരുന്നത്. ഈ പൊതുവെ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം സാധാരണഗതിയിൽ അത് തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് കൂടുതലായിരിക്കാം. അപ്പോൾ ആ സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല, നമ്മൾ സൂക്ഷിക്കണം, ഭക്ഷണം കറക്റ്റ് ആക്കണം, പിന്നെ കുറച്ച് എക്സസൈസൊക്കെ കൂടുതൽ ചെയ്യണം എന്നാണ് പറഞ്ഞ് കേൾക്കാറ്. ശരിക്കും ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
എന്തായിരിക്കണം ഒരു പേഷ്യൻ്റ് ആദ്യം ചെയ്യുക? ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തരാനില്ലെന്നേ ഉള്ളൂ. ലിവറിന് ഇപ്പോൾ ഫെയിൽ ചെയ്താലും മരുന്ന് തരാനില്ല. ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് തുടക്കം, ലിവറിൻ്റെ അസുഖം തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. തുടങ്ങുമ്പോഴും മരുന്നായിട്ടൊന്നും തരാനില്ല. അതുപോലെ ആയി ഫെയിലിയർ എത്തി 4th സ്റ്റേജ് എത്തി സിറോസിസും വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും തരാനില്ല. പിന്നെ എന്തെങ്കിലും സിംറ്റമാറ്റിക്കലി നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, വേറെ നിന്ന് വെള്ളം എടുത്ത് മാറ്റാം, കുറച്ച് ലിവറിന് ആൽബുമിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണല്ലോ വെള്ളം കിട്ടുന്നത്. അപ്പോൾ ആൽബുമിൻ വേണേൽ സപ്ലിമെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തൊണ്ടയിലെ രക്തക്കൊഴലുകളെയൊക്കെ ഇങ്ങനെ കെമിക്കൽസ് ഇട്ടോ അല്ലെങ്കിൽ ബാൻഡിങ് ചെയ്തോ ഒക്കെ ഇത് ചെയ്യാം. അതേ ഉള്ളൂ. ആക്ച്വലി ഇത് നോ ട്രീറ്റ്മെൻറ്റ്. അത് തുടക്കത്തിലാണെങ്കിലും എൻഡ് സ്റ്റേജ് ആണെങ്കിലും റിയലി സ്പീക്കിംഗ് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പലതും ഉണ്ട്. ചെയ്യാൻ അപ്പോഴാണ് ഉള്ളത്. ശരിക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുടവയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം, നോക്കേണ്ട കാര്യം തന്നെയില്ല, ഫാറ്റി ലിവർ ഉണ്ടെന്ന് എടുക്കുക. പിന്നെ നമുക്കൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം. അത് വളരെ എക്കണോമിക്കാണ്, നമുക്കിവിടെ ഫ്രീലി അവൈലബിൾ ആണ്. അത് ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ കാണാം. ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി ഡോക്ടറോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഡോക്ടർ പറയും എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറയും. അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നില്ല. അപ്പം അത് ചെയ്യാത്തത് കൊണ്ടാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റേജിലാണ് നമുക്കത് റിവേഴ്സ് ചെയ്യാം, സെൽഫായിട്ട് റിവേഴ്സ് ചെയ്യാം. ആ സ്റ്റേജിലാണെങ്കിൽ ഫാറ്റി ലിവർ വന്ന് അത് സെൽഫായിട്ട് നോക്കി റിവേഴ്സ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കാലറി കൺട്രോൾ, നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറയ്ക്കണം. അതായത് ഈ സെറിയൽസ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ്, ഫ്രൈസ്, പിന്നെ ഓയിൽ സീഡ്സ്, നട്ട്സ്, ഇതൊക്കെയാണ് അതിനകത്ത് കുറയ്ക്കേണ്ടത്. എന്നിട്ടത് കുറയുന്നില്ല. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കി നമ്മളുടെ SGOT, SGPT അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്രേഡും കൂടി കൂടുതൽ, അവിടെ ഒരു ഹെപ്പറ്റൈറ്റിസ് ഒക്കെ, ലിവറിന് നീർക്കെട്ടും കൂടെ, ജസ്റ്റ് ഫാറ്റ് കിട്ടുക മാത്രമല്ല അവിടെ നീർക്കെട്ടും തുടങ്ങി, അതായത് ലിവർ സെല്ലിന് ഡാമേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ കുറച്ച് ഫാറ്റൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഒത്തിരി ഫ്ലാറ്റ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ റിപ്പയർ ചെയ്ത് കൂടുതൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ് അത് വരുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫാമിലിയലായിട്ട് ഈ ലിവറിന് പ്രോബ്ലം, അതായത് കുടിയന്മാരൊന്നും അല്ലാതെ തന്നെ ലിവറിന് പ്രോബ്ലം വരുന്നവരാണെങ്കിൽ അത് ചിലപ്പം ഒരു സ്ലോ പ്രോഗ്രസിങ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കും. ചിലർക്കൊക്കെ ഉണ്ടല്ലോ, കുടിയൻക്ക് ഒന്നും ചെയ്യല്ല, പക്ഷേ 10, 45 അല്ലെ 50, 60 വയസ്സാകുമ്പോഴേക്കും ലിവർ ഫെയിലിയർ വന്ന് മരിക്കുന്ന ഫാമിലീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ലിവർ സംബന്ധമായിട്ടുള്ള ഒരു സ്ലോ പ്രോഗ്രസിങ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് വന്ന് പെട്ടെന്ന് ചിലപ്പോൾ മരിച്ചൊക്കെ പോകാവുന്നതാണ്. ഇതാണോ എന്ന് നോക്കി, അങ്ങനെയാണെങ്കിൽ അവരുടെ ഫുഡിനകത്തൊക്കെ കൂടുതൽ കൺട്രോളൊക്കെ ചെയ്ത് അത് പ്രോഗ്രഷൻ ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നോക്കേണ്ടത് ഫാറ്റി ലിവർ ആണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ഫാറ്റി ലിവർ സ്റ്റേജ് വെച്ചിട്ടാണെങ്കിൽ ഏതിലാണെങ്കിലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, പ്രൊവൈഡഡ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും കൂടെ വില്ലിങ് ആയിരിക്കണം. ആൽക്കഹോളിൻ്റെ ഉപയോഗം നിർത്തണം, അതുപോലെ ലിവർ ടോക്സിക് ആയിട്ടുള്ള എല്ലാം നിർത്തണം. ഈവൻ മെഡിസിൻസ് എല്ലാം ലിവറിന് ടോക്സിസിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഡയബറ്റീസിന് കഴിക്കുന്നതും പ്രഷറിന് കഴിക്കുന്നതും ഈവൻ ലിവറിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന, ലിവറിന് വേണ്ടിയിട്ട് ആകെ നമുക്ക് കൊടുക്കാവുന്ന ബൈൽ സോൾട്സിൻ്റെ ഒരു യൂറോഡിയോക്സിക്കോളിൻ എന്ന് പറഞ്ഞൊരു സാധനം ആകെ നമുക്ക് കൊടുക്കാവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലിവറിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുക. ലിവറാണ് ഈ ബൈൽ സോൾട്സ് ഉണ്ടാക്കേണ്ടത്, അതായത് ഡൈജഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, പക്ഷെ അതുപോലും ചിലപ്പോൾ ലിവറിന് ദോഷം വരുക. അപ്പം എന്തും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നേരെ അബ്സോർബ് ചെയ്ത ലിവറിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നത് ലിവറിൻ്റെ ഫങ്ഷനാണ്. അപ്പം നമ്മൾ അവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഹാർട്ടിനും ഒക്കെ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്. അതെല്ലാം റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം,
മരുന്ന് കഴിക്കുന്നതനുസരിച്ച് ലിവറും കിഡ്നിയും മറ്റവയവങ്ങളെല്ലാം ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. നേരത്തെ മരുന്ന് കഴിക്കണ്ടെന്നല്ല, മരുന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഡയബറ്റീസ് അറിഞ്ഞു, ഹൈപ്പർ ടെൻഷൻ അറിഞ്ഞു, മരുന്ന് തുടങ്ങി കൺട്രോൾ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരിക. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മാറ്റാൻ പറ്റാത്തതില്ല എന്നുള്ളതാണ്. അത് ശരിക്കും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം സ്വയം പറ്റുന്നില്ലെങ്കിൽ അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഈ ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ ആയിട്ട് പറയുന്നത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, മറ്റേ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പിന്നെ ഈ വെയിറ്റ് കൂടുതലാവുന്ന, അങ്ങനെ ഈ പറയുന്ന എല്ലാ കാരണങ്ങളും കൊണ്ട് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടും ഫാറ്റി ലിവർ വരാമെന്ന് പറയുന്നു. അതേസമയം ഈ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണെന്നും പറയുന്നു. അപ്പം അതിൽ നിന്ന് എന്താണ് ഒരു ആൾ മനസ്സിലാക്കേണ്ടത്? ഈ അസുഖങ്ങളെല്ലാം ചേട്ടാനിയന്മാർ അല്ലെങ്കിൽ ചേച്ചി അനിയത്തിയും പോലെയുള്ള സിബ്ലിങ്സ് ആണ്. ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞ സിബ്ലിങ്സ് ആണ്. ഒന്ന് വന്ന് അടുത്തത് വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൽ ഒരു തുടക്കം തന്നെ മിക്കവാറും ഫാറ്റി ലിവർ ഉണ്ടാവും മിക്കവർക്കും. അത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിലും വരാൻ ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ ഓൾറെഡി ഡയബറ്റിക് അല്ല, ഡയബറ്റീസ് ഷുഗറൊക്കെ കൺട്രോളാണ്, പക്ഷേ ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ മിക്കവാറും അത് ആളുടെ പ്രീ ഡയബറ്റിക് ആയിരിക്കും. HbA1c നോക്കുക, ഇൻസുലിൻ ലെവൽ നോക്കുക. ഇൻസുലിനും HbA1c ഒക്കെ കൂടുതലായിരിക്കും, പ്രീ ഡയബറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഫാറ്റി ലിവർ കാണുവാണെങ്കിൽ കൊളസ്ട്രോളും ഡിസ്ലൈപ്പിഡീമിയ ഉണ്ടോ, നമ്മുടെ ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കുക. അപ്പം മിക്കവാറും അവർക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താ, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലെയുള്ളതാണ്, ഓർ ഹൈപ്പർ ടെൻഷൻ വരും. പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്താണ് കിടക്കുന്നത്, അല്ലാതെ ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ ബേസിക്കലി ഈ ലൈഫ് സ്റ്റൈൽ മോഡുലേഷനാണ് ചെയ്യുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെ നമുക്ക് ജനറൽ ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരാൾ കുറേ മരുന്നുകൾ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവരുടേതായ ബോഡിയുടെ പ്രത്യേകതകളും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഓൾറെഡി ഒരാൾ സ്റ്റേജ് 2 ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഫൈബ്രോസിസ് തുടങ്ങി, ഫൈബ്രോസിസ് ലെവൽ 2, 3, 4 അങ്ങനെ പലതും ഉണ്ടല്ലോ. ഈ നിലയിലൊക്കെ ഉള്ള ലിവറിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളവർ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് മിക്കവാറും എല്ലാവരും തന്നെ ഫാറ്റി ലിവർ മാത്രമായിട്ട് ഒരാളെ ഞാൻ കാണാറില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ എൻ്റെ ഇവിടെ ഒബേസിറ്റി ഉണ്ടാവും, മിക്കവാറും ഒബേസിറ്റിയും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഇതെല്ലാം കൂടെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 2 ഐറ്റം കൂടെ ഉണ്ടാവും. അപ്പം അതാണ് സിറ്റുവേഷൻ. അപ്പം ഇതിൽ എന്താ നമ്മൾ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര അസുഖങ്ങളുണ്ടെങ്കിലും ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഈ ഫാറ്റി ലിവറും ഉണ്ട്, ഗ്രേഡ് 1ഓ ഗ്രേഡ് 2ഓ ഈവൻ ഫൈബ്രോസിസും ഉണ്ട്, ഓർ ഇവർ സീറോസിസിൻ്റെ തുടക്കമാണെങ്കിലും നമ്മളുടെ ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ആണോ എന്ന് നോക്കാം. യൂഷ്വലി അത് ടൈപ്പ് 2 ആയിരിക്കും. വെരി റെയറായിട്ട് മാത്രമേ ടൈപ്പ് 1 കാണാറുള്ളൂ. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് തിങ് നമുക്ക് ഡയബറ്റീസിൻ്റെ മരുന്ന് എല്ലാം നിർത്താം. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് നമ്മൾ ഈ മോഡുലേഷൻ കൊടുക്കുമ്പം, സപ്പോർട്ടോടുകൂടിയുള്ള മോഡുലേഷൻ കൊടുക്കുമ്പം അതിനകത്ത് ഉറപ്പാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നും അത് ലോ കാർബാണ്, അതുപോലെ ലോ സാച്ചുറേറ്റഡ് ഫാറ്റും ആണെന്നുള്ളതാണ്. സാച്ചുറേറ്റഡ് ഫാറ്റും ലോ കാർബും ആയിട്ടുള്ളത് വരുമ്പം നമുക്ക് മരുന്നില്ലാതെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാം. അപ്പം പലർക്കും പേടിയുണ്ട്, 10-20 വർഷമായിട്ട് ഞാൻ ഡോക്ടറെ ഇൻസുലിനും 3-4 ഷുഗറിന് മരുന്ന് എടുക്കുന്നതാണ്, ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് നിർത്തിയാൽ എങ്ങനെയാണ്, വല്ല കുഴപ്പം വരുമോ, സ്ഥിരം കേൾക്കുന്ന ചോദ്യമാണ്. അതിൽ നമ്മൾ നിർത്തിയാൽ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. നമ്മൾ ഒരു ദിവസം തുടങ്ങുകയാകുമ്പോൾ രാവിലെ നമ്മൾ ഈ സ്പെഷ്യൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, 2 hours കഴിയുമ്പോൾ തന്നെ ഷുഗർ നോക്കുക. രാവിലത്തെ ഡോസ് ഇൻസുലിനും എടുത്തില്ല, ഷുഗറിൻ്റെ മരുന്നും എടുത്തില്ല, 10 മണി 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 10 മണിയാകുമ്പോൾ നമ്മൾ ഷുഗർ നോക്കുക, നമുക്ക് ഷുഗറിൻ്റെ കാണാം. നമ്മൾ ഈ മരുന്നെല്ലാം കഴിക്കുന്നതല്ല, ഇൻസുലിൻ എടുക്കുന്നത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണല്ലോ. ഷുഗർ ഈവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 250 നിൽക്കുകയാണെങ്കിൽ പോലും
അത് 2 hours കഴിഞ്ഞ് ഈ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ നോക്കി ഒരു റൗണ്ട് അതിന് സ്പെഷ്യൽ ഓക്സിഫ്ലെക്സ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ പാറ്റേൺ ഓഫ് എക്സസൈസ് ആണ്. ആ എക്സസൈസ് തന്നെ നമ്മൾ പാൻക്രിയാസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ 250 നിൽക്കുന്ന ആൾക്ക് രാവിലെ ഈ ഫുഡും കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ ഒരു റൗണ്ട് അതും കൂടെ ചെയ്തിട്ട് നോക്കുമ്പം മിക്കവാറും അത് 200 താഴെ വന്നിട്ടുണ്ടാവും. പിന്നെ ഉച്ചയ്ക്കത്തെ ഇവിടെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മൾ 10 മണിക്ക് പിന്നെ 1 മണിക്ക് ഭക്ഷണത്തിന് മുമ്പ് നോക്കും. ഫൈനലി ഈവൻ 24 hour വേണ്ട വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മിക്കവാറും ഒരു 150, 140. അതായത് നമ്മൾ ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും മച്ച് ബെറ്റർ ഷുഗർ കൺട്രോളിലേക്ക് വിതിൻ 24 hours കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ മരുന്ന് നിർത്താൻ പേടിക്കാന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ വേണം ചെയ്യാൻ. യൂഷ്വലി ഒരു 2 days നെക്സ്റ്റ് ഡേ ആകുമ്പോൾ തന്നെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ പ്രഷറിൻ്റെ മരുന്നും കുറയ്ക്കാൻ തുടങ്ങും നോക്കിയിട്ട്. പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നവരാണെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ തന്നെ 3-4 പ്രഷർ മരുന്നൊക്കെ ഉണ്ട്. പ്രഷറിൻ്റെ മരുന്ന് നമ്മൾ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ആദ്യം ഒരെണ്ണം പകുതിയാക്കും, എന്നിട്ട് ഒരെണ്ണം അല്ലെങ്കിൽ അതിൻ്റെ പ്രഷറിൻ്റെ ലെവൽ അനുസരിച്ച് ഒരെണ്ണം കുറയ്ക്കും, പിന്നെ അടുത്തത് കുറയ്ക്കും. അങ്ങനെ നമ്മൾ ഓരോന്നും അതും പേഷ്യൻറ്റും കൂടെ എത്ര കോപ്പറേറ്റീവ് ആയിട്ട് പോകുന്നതനുസരിച്ചാണ് അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ എത്ര മരുന്നുണ്ടാവും 1-2 ടാബ്ലറ്റ് ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ 8th day ആകുമ്പോഴേക്കാണ് പിന്നെ പേഷ്യൻ്റ് വരേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഓൺലൈനായിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. വരുമ്പോഴേക്കും മിക്കവാറും പ്രഷറിൻ്റെ മരുന്ന് നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ ഇത്തരമുള്ള പേഷ്യൻസ് എല്ലാം കഴിക്കുന്നത് പിന്നെ കൊളസ്ട്രോളിനുള്ള മരുന്ന്, പിന്നെ ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ്, പിന്നെ യൂറിക് ആസിഡിന് വേണ്ടിയിട്ട്, പിന്നെ മിക്കവാറും ജെൻസ് ആണെങ്കിൽ മിക്കവാറും പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടും കൂടെ 1-2 മരുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ബ്ലഡ് ലെവലും ബ്ലഡ് ഓരോ പ്രാവശ്യം വരുമ്പോൾ ബ്ലഡ് നോക്കി കൊളസ്ട്രോൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് അതിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് വന്ന് ഗ്രാജുവലിയാണ് ടേപ്പർ ഓഫ് ചെയ്യുന്നത്. പിന്നെ സിംറ്റമാറ്റിക്കും മറ്റേത് നോക്കി ഓരോന്നിക്ക് യൂഷ്വലി വിതിൻ എ മന്ത് എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റും. അതാണ് നമുക്ക് ലിവറിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്. മരുന്നില്ലാതെ ലിവറിന് റെസ്റ്റ് കൊടുക്കുക, ആവശ്യമില്ലാത്ത പണി കൊടുക്കാതിരിക്കുക. ശരിക്കും ലിവറിനാണ് ഈ മരുന്നിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് വരുന്നത്. അപ്പം ലിവറിൻ്റെ അടുത്തുനിന്ന് ഈ മരുന്നൊന്നും ഇല്ലാതെ വരുന്നതോടുകൂടി ലിവർ ഫ്രീ ആയി. അപ്പം പിന്നെ ലിവറിന് പതുക്കെ അതിൻ്റെ റിപ്പയർ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ട ന്യൂട്രീഷനുള്ള പ്രത്യേക ഡയറ്റും കൊടുക്കുന്നുണ്ട്. ഈ ഫാറ്റി ലിവറൊക്കെ യൂഷ്വലി ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണ് നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ 3 months ആകുമ്പോഴേക്കും ഫാറ്റി ലിവർ പോയിട്ടുണ്ടാവും. പോയിട്ടില്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് നോക്കാം. അതിൻ്റെ അപ്പോൾ അവിടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ 80 കിലോ ഉള്ള ആൾ 3 മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തുടങ്ങുമ്പോൾ 80 കിലോ ഉള്ള ഒത്തിരി ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 65 കിലോയിലേക്ക് 3 മാസം കൊണ്ട് എത്തിയിട്ടുണ്ടാകുമെന്നാണ്. പക്ഷെ അത് എത്തിയിട്ടില്ല, ആളൊരു 80-ൽ നിന്ന് 75 എത്തിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ പോകണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ഫാറ്റിന് പോയി ഈ ലിവറിലെ ഫാറ്റിന് ഇറങ്ങിപ്പോയി വേറെ എവിടെയെങ്കിലും ചെല്ലണം. അപ്പോൾ അതിന് നമ്മളുടെ ബാക്കിയുള്ളോട് ഇരിക്കുന്ന ഫാറ്റ് യൂസ്ഡപ്പ് ആവണം, ഓർ അല്ലെങ്കിൽ അതിനെ ഇത് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം അതും കൂടെ ഇമ്പോർട്ടൻ്റാണ്. റിസൾട്ട് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ റിസൾട്ട് നമുക്ക് 100% പ്രതീക്ഷിക്കാം. ഒൺലി തിങ് പേഷ്യൻ്റ് 100% ഇല്ലെങ്കിൽ ഒരു 50% എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 50% റിസൾട്ട് അല്ല, സത്യം പറഞ്ഞാൽ അതിലും കൂടുതൽ കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആർക്കും പെർഫെക്റ്റ്ലി ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്നിരിക്കുകയില്ല. ജീവിതമല്ലേ, എന്തെങ്കിലുമൊക്കെ ചില ദിവസങ്ങൾ ചില പ്രശ്നങ്ങളിലേക്ക് പോകും, അന്നൊന്നും നോക്കാൻ പറ്റിയില്ല എന്നിരിക്കും. ഇപ്പം നമ്മളുടെ എല്ലാ സദ്യ ഇങ്ങനെ ഒത്തിരി ഫങ്ഷൻസും എല്ലാം വരുമല്ലോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നും നോക്കിയില്ലെങ്കിൽ പോലും ഒരു 50 to 80% നോക്കിയാൽ തന്നെ വെരി ഗുഡ് റിസൾട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. ഈ സാധാരണ ഈ ലിവറിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ നീരിൻ്റെ പ്രോബ്ലം കൂടെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കാലിൽ നീര് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മാർഗം? എന്തെങ്കിലും അത് തിരിച്ചു പിടിക്കാനായിട്ട് ലിവറിൻ്റെയൊക്കെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റും? അപ്പോഴും ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവറിൽ നമ്മൾ കണ്ടാലും ഗ്രേഡ് 4 സിറോസിസിൽ എത്തിയാലും അല്ലെങ്കിൽ ഗ്രേഡ് 4 ഫൈബ്രോസ് സിറോസിസിൽ എത്തിയാലും ചെയ്യാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, നമ്മളുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. പിന്നെ ഈ കാലിലെ നീരൊക്കെ യൂഷ്വലി ഞാൻ കാണുന്ന ഇപ്പോൾ 4th സ്റ്റേജ് ആണെങ്കിൽ പോലും കാലിലെ നീര് അങ്ങനത്തെ എല്ലാം മിക്കവാറും കുറഞ്ഞു വരും. എൻഡ് സ്റ്റേജ്, അതായത് പല പ്രാവശ്യം
ബ്ലഡ് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് പോലും നമ്മൾ നല്ല റിസൾട്ട് കാണാറുണ്ടെന്നുള്ളതാണ്. അവർ അത്രയും കുടവയറുമായിട്ടായിരിക്കും മിക്കവാറും വരുന്നത്. അസൈറ്റിസ് ആണോ എന്ന് നോക്കും. കുടവയർ 2 രീതിയിലുള്ള കുടവയറുണ്ട്. ഒന്ന് ഫാറ്റ് കിട്ടിയിട്ട് വരുന്നത്, പിന്നെ ലിവറിൻ്റെ എൻഡ് സ്റ്റേജ് ആയിട്ട് വന്നിട്ട് വെള്ളം കെട്ടാൻ തുടങ്ങുന്നത്. വെള്ളം കെട്ടാൻ തുടങ്ങിയ നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്. ഈവൻ 1 2 ടാപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നിട്ടുള്ളവരും പിന്നെ അവർ കറക്റ്റായിട്ടൊക്കെ നോക്കി അത് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ള ഉണ്ട്. പക്ഷെ ആ നിലയിൽ എത്തിക്കാതിരിക്കുക. അതായത് അസൈറ്റിസ്, അതായത് വയറിനകത്ത് വെള്ളം കിട്ടാൻ തുടങ്ങിയ നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് ഒന്നും ചെയ്യാൻ പറ്റാതെ, നമ്മൾ ലിവറാണ് ഈ ആൽബുമിൻ എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതാണ് നമ്മളുടെ ഈ ബ്ലഡിനെ രക്തക്കുഴലിനകത്ത് പിടിച്ചു നിർത്തുന്നത്. അതിനൊരു ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റെനൻസ് എന്നൊക്കെ പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അതില്ലാതെ പോകും. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ, ഈ വെള്ളം കെട്ടാൻ തുടങ്ങിയ ലിവർ പേഷ്യൻറ്റിന് വന്നാൽ അത് ഈ അക്യൂട്ടായിട്ട് വരുമ്പോൾ നമുക്കപ്പം ചിലപ്പം നമ്മൾ റിവൈവ് ചെയ്യാൻ പറ്റും. ഈ ക്രോണിക് ആയിട്ടുള്ളവർക്ക് അപ്പോഴും നമുക്ക് ചെയ്യാൻ വേറൊന്നുമില്ല. നമ്മൾ ലിവറിന് റെസ്റ്റ് കൊടുത്ത് ഈ മരുന്നുകളൊക്കെ ഒത്തിരി കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ലിവർ സെൽസ് ഇതിലും ഉണ്ടെങ്കിൽ, അതായത് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ബേസ് സെൽസ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ലിവറിനൊരു റിക്കവർ ചെയ്യാൻ, അതിനെ ഡിവൈഡ് ചെയ്ത് അതിന് വീണ്ടും റീപെയറിനുള്ള പോസിബിലിറ്റി ലിവറിന് പ്രത്യേകതയാണ്. അത് ലിവറിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണല്ലോ പകുതി ലിവർ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% ലിവറാണ് ഈ ലിവർ ഡോണർ, അഡൾട്ടിന് വേണ്ടിയിട്ട് ഡോണറായിട്ട് കൊടുക്കുമല്ലോ ലിവർ ദാനം ചെയ്യുമ്പോൾ. ഓൾമോസ്റ്റ് 60 to 65 അപ് ടു 70% വരെ എടുക്കാറുണ്ട്. എന്നാലും വിതിൻ ഫ്യൂ മന്ത്സ് വളർന്ന് കുറച്ചും കൂടെ മറ്റേ കൊടുത്ത ആളുടേത് വളർന്നു വരും എന്നാണ് കാണുന്നത്. അതപ്പം നല്ല ഹെൽത്തി ലിവർ ആയതുകൊണ്ടാണ് അത്രയും ഫാസ്റ്റായിട്ട് വളരുന്നത്. പക്ഷേ ഈ കുറച്ചെങ്കിലും ലിവർ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ ലിവർ സെല്ലിനെ ഉള്ളതിനെ നമുക്ക് പിന്നെ ഗ്രോ ചെയ്തെടുപ്പിക്കാം. ഈ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സ്കാറിങ് വന്നതാണ്. അത് മാറാൻ പറ്റില്ലെങ്കിലും ഉള്ള സെല്ലിനെ നമുക്ക് റീഗ്രോ ചെയ്ത് നമുക്ക് ഒരാളുടെ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് അവർക്ക് വലിയ അസ്വസ്ഥതകളില്ലാതെ ലൈഫ് അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. പിന്നെയും ബ്ലീഡിങ്ങും ഒന്നും വരുത്താതെ. അതായത് പക്ഷേ ഞാൻ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, അതിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. 3-4 പ്രാവശ്യം, 3 പല പ്രാവശ്യം 6-7 പ്രാവശ്യം രക്തം ഛർദ്ദിച്ചതിന് വേണ്ടി ഈ ബാൻഡിങ്ങും സ്ക്ലീറോതെറാപ്പിയും ഒക്കെ ചെയ്ത പേഷ്യൻ്റ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻ്റാണ്. പക്ഷെ റീസണബിളി ഹെൽത്ത് ഉണ്ട് അദ്ദേഹത്തിന്. ആ പേഷ്യൻ്റ് ഇപ്പോഴും എന്നിട്ട് ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുക അതിനൊപ്പം തന്നെ. ലിവർ വേണം, പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കാനുള്ള ഹോർമോൺസ് പോലും ലിവറാണ് ഉണ്ടാകുന്നത്. ത്രോംബോപോയറ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. അതുപോലും ഇല്ലാത്ത, അവർക്ക് പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻ ഇല്ലാത്ത ആളുടെ ഉള്ള പ്ലേറ്റ്ലെറ്റും കൂടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിവറിൻ്റെ ഫെയിലിയറിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ലിവറാണ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത്, ബ്ലഡ് കട്ട പിടിക്കാനുള്ള. അപ്പം അവരുടെ ഫങ്ഷൻ ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. എങ്ങനെയാണ് ഈ പല ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നതുകൊണ്ടാകാം ഇങ്ങനെ, അതായത് ഹാർട്ടിൻ്റെ ഡോക്ടർ അത് കൊടുക്കും, ലിവറിൻ്റെ ഡോക്ടർ മറ്റേത്, ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയാം, ശരി, എനിക്ക് ഈ ബ്ലീഡിംഗ് ഒക്കെ വന്ന ഈ സമയത്തെല്ലാം ഞാൻ ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രിലും കഴിച്ചുകൊണ്ടിരുന്ന ഡബിൾ ഡോസാണ്. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിച്ചുകൊണ്ടും ഇരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ സ്ക്ലീറോതെറാപ്പിയൊക്കെ ആകെ ലിവറിന് ഒരു ബൈപ്പാസ് മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അന്നനാളത്തിൻ്റെ അതിലേ കൂടെ കയറി ഹാർട്ടിലേക്ക് പോകാനുള്ള ഇത്, അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇങ്ങനെ മരുന്നുകൾ, അപ്പം നമ്മൾ അവനവൻ പേഷ്യൻസ് ആണ്, ഈ മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റ് വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലമാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് കയറി വരാം. അതുകൊണ്ട് അവനവന് ലിവർ പ്രോബ്ലം ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ സ്ക്ലീറോതെറാപ്പി അതുപോലെയുള്ള ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളവർ, ലിവറിന് പ്രോബ്ലം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അത് ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലിവറില്ലാതെ ഹാർട്ടിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ബേസിക്കലി ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും ആവശ്യമില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ബ്ലഡ് തിന്നർ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെൻറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഈ പേസ് മേക്കറൊക്കെ വെച്ചിരിക്കുന്നവർക്ക് അതില്ലാതെ പറ്റില്ല. അല്ലാതെ ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട്
കഴിക്കുന്നോണ്ട് കാര്യമായ ഒരു മേജർ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മൈനർ അറ്റാക്കുകൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. മൈനർ അറ്റാക്കിനും ഈ ഹാർട്ട് മാത്രം പോരല്ലോ, ലിവറും ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇപ്പം പറയുന്നത് ഈ കൊച്ചു പിള്ളേർക്ക് പോലും ഈ ഫാറ്റി ലിവർ കാണും. അത് പിന്നെ സാധാരണ അങ്ങനെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അറിയാതെ പോകുന്നു. പക്ഷെ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പല കേസിലും ഈ പിള്ളേർക്കും ഈ ഫാറ്റി ലിവർ കാണാറുണ്ടെന്നാണ്. അപ്പം അങ്ങനെ കൊച്ചു പിള്ളേരുടെ കേസിൽ ഫാറ്റി ലിവർ കണ്ടാൽ അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആ പ്രായത്തിൽ തന്നെ വരുന്നത്? എന്താ ചെയ്യാൻ പറ്റുക? പണ്ട് വലിയവരിൽ വന്നിരുന്ന രോഗങ്ങളെല്ലാം ഇപ്പൊ പിള്ളേരിൽ വരുന്നു. ഇപ്പം പണ്ട് നമുക്ക് ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്ന ഒരു 40, 50, 60 ഒക്കെ വയസ്സിലാണ് സാധാരണ വരിക. അല്ലെങ്കിൽ വരുന്നവർ മിക്കവാറും എന്തെങ്കിലും ഫാമിലിയിലായിട്ടോ അല്ലെങ്കിൽ പാൻക്രിയാസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പം 10ഉം 18ഉം 17ഉം വയസ്സാകുമ്പോഴേക്കും പിള്ളേർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നു. ടൈപ്പ് 1 വരുന്നത് വേറൊരു വെറൈറ്റിയാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നു. ഈ കുട്ടികൾക്ക് ഓവർ വെയിറ്റ് ഉള്ള പിള്ളേരെ സ്കാൻ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. നമുക്ക് നോക്കിയാൽ മതി. നല്ലൊരു പെർസെൻറ്റേജിന് 100% ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒബേസിറ്റി ഉള്ള പിള്ളേർ, ഇപ്പോൾ പിള്ളേരിൽ ഇപ്പോൾ കൊച്ചു പിള്ളേരിൽ ഒബേസിറ്റി ലോകം ആകമാനമുള്ള ഏറ്റവും വലിയ ഒരു എപ്പിഡമിക്, ഇങ്ങനെ പകർച്ചവ്യാധിയല്ല, പക്ഷെ അല്ലാത്ത രീതിയിലുള്ള ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഓവർ വെയ്റ്റും ഒബേസിറ്റി. ഓൾമോസ്റ്റ് 60% ഓഫ് ദി പീപ്പിൾ ഒബേസ് ആണ്. കുട്ടികളിലെ ഒബേസിറ്റി കൂടുന്നു, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ കുട്ടികൾ ഒബേസിറ്റി കൂടുന്നു. കുട്ടികളിൽ പണ്ടൊക്കെയാണ് നമ്മൾ കുട്ടികൾ കളിക്കുമല്ലോ, ഒരു 10-25 വയസ്സ് വരെ എല്ലാവരും കളികളുണ്ട്. ഇപ്പം എല്ലാവരും കമ്പ്യൂട്ടറിലാണ് കളിക്കുന്നത്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നെങ്കിൽ പുസ്തകം അല്ലെങ്കിൽ മൊബൈല്, എക്സ്ബോക്സ്, വാട്ടർ തിങ്സ്. അപ്പം ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മളുടെ മസിലും ബോണും എല്ലാം പോവുകയാണ്. അതിനൊപ്പം തന്നെ ഹോർമോണൽ ചേഞ്ച് വരുവാണ്, ഫാറ്റ് കിട്ടുകയാണ്. പിന്നെ ജങ്ക് ഫുഡ്, പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. ഇപ്പം എല്ലാ ഈ ഫ്രൈസും ഉള്ള പ്രിസർവേറ്റീവ്സ് ഇട്ടതും നമ്മൾ ടേസ്റ്റ് നോക്കിയാണല്ലോ. ബിസ്ക്കറ്റ് വീട്ടിലാണെങ്കിലും ബിസ്ക്കറ്റുകൾ ഇങ്ങനെ പല വെറൈറ്റി മേടിച്ച് വെച്ചിരിക്കുമായിരിക്കും. കാരണം പേരൻസും ജോലിക്കൊക്കെ ആയിരിക്കും, ഒന്നും ഉണ്ടാക്കേണ്ടതാണ്, പിള്ളേർക്ക് വേണ്ടതെല്ലാം നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് പലതരം ബിസ്ക്കറ്റുകൾ, പലതരം ഫ്രൈസ്, ഇതെല്ലാം ഈവൻ ഫ്രിഡ്ജിനകത്ത് നിറച്ച് ചിലപ്പം മേടിച്ച് വെച്ചിരിക്കുന്ന പലതരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെയാണ് ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ മതി. ഈവൻ പേരൻസ് വേണ്ടെന്ന് പറഞ്ഞ ഗ്രാൻഡ് പേരൻസ് മേടിച്ചു കൊടുക്കും. ആക്ച്വലി ഒരു പേഷ്യൻ്റ് തന്നെ പറയുക, അവരുടെ കൊച്ചു കുഞ്ഞിന് 6 മാസമുള്ള കൊച്ചിന് ഈ ചായയും സർബത്തും ഒക്കെ അമ്മൂമ്മ കൊണ്ടുപോയി വായിൽ ഒഴിച്ചു കൊടുക്കുവാണെന്ന്. ആ കൊച്ചു പറഞ്ഞിട്ട് ഇപ്പം അമ്മായിയമ്മയോട് പറയുന്നതിന് നമുക്ക് പല ലിമിറ്റേഷനും ഉണ്ടല്ലോ. അപ്പം അവർ പറയുന്നത് ഈ കുട്ടി കുറച്ച് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അവർക്ക് കുറച്ചൊരു ആർത്രൈറ്റിസ് പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് ക്ഷീണിച്ച് ആക്ച്വലി അത് കറക്റ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അടുത്ത ഹസ്ബൻഡ്സ് ഫാമിലി ചെന്ന് കഴിഞ്ഞപ്പം ഇവർ പറയുന്നത് കഴിക്കണ്ടെന്ന് പറയുന്നത് അവർക്ക് ഈ ഗ്ലൂട്ടനൊക്കെ അലർജിയാണ്. അതൊന്നും കഴിക്കാതെ അവർ സമ്മതിക്കുകയില്ല. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരിതെല്ലാം കഴിച്ച്, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയപ്പോൾ അവരിതെല്ലാം നിർബന്ധിച്ച്, ഹസ്ബൻഡ് സ്നേഹം കൊണ്ടാണ് വീട്ടിൽ കഴിപ്പിച്ച്, അവർ സിക്കായി. അവർ വീണ്ടും പഴയ പോലെ ക്ഷീണിച്ചു പോയി. അസുഖം ഉണ്ടായിരുന്നു, തീരെ അണ്ടർ വെയ്റ്റ് ആയിരുന്നു, വെയിറ്റൊക്കെ കറക്റ്റ് ചെയ്ത് മാരേജൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവർ അണ്ടർ വെയ്റ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത് അവർ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ളതെല്ലാം കൊടുക്കുവാണ്, അതുപോലെ എനിക്ക് ബ്രെഡും ഗ്ലൂട്ടൻ അലർജി അല്ലേ, അപ്പോൾ കുഞ്ഞിനും അത് കാണിയല്ലേ, കൊച്ചു കുട്ടിക്കൊക്കെ അത് കൊടുത്താൽ എന്താണെന്നുള്ളത്. അപ്പം ഹസ്ബൻഡിനും അറിയാമെങ്കിലും ഹസ്ബൻഡിനും ലിമിറ്റേഷനുണ്ട് അമ്മയോട് പറയാൻ ഉള്ളത്. അപ്പം ബേസിക്കലി എല്ലാ അമ്മമാരും എല്ലാ അമ്മായിമ്മമാരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒത്തിരി കഴിപ്പിക്കുക എന്നുള്ളതല്ല, അത് കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് ചേരുന്നതാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്.
കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ ഈ ബേക്കറി സാധനങ്ങൾ, ബ്രെഡ്, ബിസ്ക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊക്കെ കുറേ അധികം കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ഉണ്ട്. പിന്നെ അതിന് ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. മധുരവും. മധുരം മാത്രമല്ല, ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് എടുത്ത് വായിച്ച് നമ്മൾ മോഡേൺ ബ്രെഡിൻ്റെ അതിൻ്റെ പാക്കറ്റ് നമുക്കിപ്പം സ്റ്റാൻഡേർഡ് ഏത് ബ്രെഡിൻ്റെ വേണമെന്ന് നോക്കിയോ, നമ്മളൊരു ചില ജസ്റ്റ് ബേക്കറി എന്നുള്ളതിനകത്ത് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല അതിനകത്ത് ഇൻഗ്രീഡിയൻസ്. പക്ഷേ ഇൻഗ്രീഡിയൻസ് എഴുതിയിരിക്കുന്ന ഒരു ബ്രെഡ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് എത്ര ഐറ്റംസ് ആണ് വരുന്നതെന്ന്. അതുപോലെ ബിസ്ക്കറ്റുകളിലും എല്ലാം ഇതൊക്കെ ബേസിക്കലി അതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ മൈദയാണ്. ബേക്ക്ഡ് ഐറ്റംസിൻ്റെ എല്ലാം തന്നെ മൈദയാണ്. അപ്പം ഈ മൈദ എന്ന് പറയുന്നതിനകത്ത് തന്നെ അതിൻ്റെ ബ്ലീച്ചിങ്ങിനും അതിൻ്റെ ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതിനകത്ത് ഒരു കെമിക്കൽ ശരിക്കും അത് ഡയബറ്റോജനിക് എന്നാണ് പറയുന്നത്. ആ ഡയബറ്റോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികളിലൊക്കെ പരീക്ഷണം നടത്താൻ അവരിൽ ഡയബറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം. സോ അത്ര ഡേഞ്ചർ. അതാണ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പൊറോട്ട കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളത്. പക്ഷെ ആദ്യം ഒരു ന്യൂസ് വരും, പിന്നെ എല്ലാവരും വീണ്ടും അന്നേരം പൊറോട്ട നിർത്തും, പിന്നെ എല്ലാവരും പൊറോട്ട കഴിച്ചു തുടങ്ങും. ബേസിക്കലി നമ്മൾ ഇത്തരം സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. നമ്മൾ ക്ലീൻ ആയിട്ടുള്ള പയറ്, പഴങ്ങൾ, കഴിയുന്നതും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ ഇങ്ങനെ എക്സോട്ടിക് പഴങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതും അതൊക്കെ പ്രിസർവ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതല്ലാത്തത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഏറ്റവും ലിമിറ്റഡ് സാധനങ്ങൾ കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നോൺ വെജ് ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ലീഫി വെജിറ്റബിൾസും അങ്ങനത്തതൊക്കെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ കൊടുത്തു തുടങ്ങാം. പിന്നെ ഈ മറ്റ് സാധനങ്ങൾ ഇപ്പോൾ ഈ ടേസ്റ്റ് മേക്കേഴ്സ് ആഡ് ചെയ്ത് സാധനങ്ങൾ കൊടുത്തു തുടങ്ങിയാൽ പിന്നെ അവരിത് കഴിക്കുകയെന്നാവും. പിന്നെ അവർക്ക് അത് മാത്രം മതി. കാരണം ടേസ്റ്റിനാവും പിന്നെ ഇമ്പോർട്ടൻസ്. അപ്പം അത് എല്ലാവരും ഒന്ന് കെയർ എടുക്കാനും പ്രായമുള്ളവർ നമുക്കറിവില്ലെങ്കിൽ അപ്പം നമ്മൾ പേരൻസിന് ചിലപ്പം പ്രായമായവർക്ക് മക്കൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. ചിലയിടത്ത് നേരെ തിരിച്ചും വരുന്നുണ്ട്. ചെറുപ്പക്കാർ അമ്മമാർ ആ കെയർ എടുക്കുകയില്ല. ചിലർ നേരെ തിരിച്ച് അമ്മൂമ്മമാർ കെയർ എടുക്കാതെ വരുന്നു. ഇത് രണ്ടും ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും പ്രത്യേകിച്ച് ലേഡീസ്, സ്ത്രീകൾ ശാക്തീകരിച്ചാൽ മാത്രമേ നമ്മളുടെ കിച്ചൺ ലേഡീസിൻ്റെ കയ്യിൽ തന്നെയാണ്. എത്രയാണേലും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയുള്ളൂ. ലേഡീസ് തന്നെ നോക്കിയാൽ കുടുംബത്തിൻ്റെ ഹെൽത്ത് ലേഡീസിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും എല്ലാ അമ്മൂമ്മമാരും എന്താണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കേണ്ടത്, എന്താണ് ഹെൽത്തി ഫുഡ് എന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുക. അത് ലിവർ ഹെൽത്തിന് മാത്രമല്ല, എല്ലാ ഹെൽത്തിനും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പലപ്പോഴും കേൾക്കുന്നത് ഈ ലിവറിൻ്റെ പ്രശ്നങ്ങളുള്ള ഫാറ്റി ലിവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കിഡ്നിയുടെ ഫങ്ഷനിലും അത് ഒരു രീതിയിൽ കാണാൻ പറ്റും, അറിയാൻ പറ്റും. അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞതായിട്ട് കാണാറുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ലിവറും കിഡ്നിയും തമ്മിൽ എന്താണ് ശരിക്കും കണക്ഷൻ? ലിവർ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്, എക്സ്ക്രീറ്ററി യൂണിറ്റ് ആണ്. ലിവറിന് രണ്ട് ഫങ്ഷനും ഒരേപോലെ തന്നെ ഉണ്ട്. അതായത് നമ്മളുടെ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെയിൻ ആളാണ് ലിവർ. അതുപോലെ തന്നെ കിഡ്നിയും അതുപോലെ തന്നെയാണ്. അപ്പം ലിവറിന് വയ്യാതായാൽ കൂടുതൽ പലതും ഡീറ്റോക്സിഫിക്കേഷൻ നടക്കാതെ വരും. ഡീറ്റോക്സിഫിക്കേഷൻ നടന്നില്ലെങ്കിൽ എന്ത് വരും? ഇതെല്ലാം ബ്ലഡിലേക്ക് ചെല്ലും, അതെല്ലാം കിഡ്നിയിലേക്ക് ചെല്ലും. അപ്പം കിഡ്നിയുടെ ഇമ്പാക്റ്റ് കൂടും. അപ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള. അപ്പം ലിവർ ഫെയിലിയർ വന്ന ഒരു പേഷ്യൻറ്റിന് ചിലപ്പം സഡൻ തന്നെ കിഡ്നി ഫെയിലിയറും വരും. ഇപ്പം നമ്മൾ പേഷ്യൻസ് ചിലപ്പം ഞങ്ങൾക്ക് നമ്മൾ PGക്കൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ലേഡീസൊക്കെ നമ്മൾ കാണാറുണ്ട്. അന്നൊക്കെ വളരെ ഒരു സിവിയർ ഒരു ഡിസീസാണ് മഞ്ഞപ്പിത്തം വരുന്നത്. പ്രഗ്നൻറ്റ് സമയത്ത് മഞ്ഞപ്പിത്തം വന്ന് കൂടിപ്പോയാൽ യൂഷ്വലി തന്നെ പ്രസവിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രസവിപ്പിക്കേണ്ടി വരും. പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം അത്രയും താങ്ങാൻ പറ്റില്ല, മിക്കവാറും തന്നെ ഡെലിവറി ആകും. ഡെലിവറി ആയി കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കുകയില്ല, പോകുന്നത് നിൽക്കില്ല. പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ ബ്ലഡൊക്കെ പോകുന്നത് ബ്ലീഡിങ് കണ്ടിന്യൂ നിന്ന് കഴിഞ്ഞാൽ ലിവർ ഫെയിലിയറിലേക്കും കൂടെ പോകും. അത് കഴിഞ്ഞാൽ അപ്പം യൂഷ്വലി ആദ്യം പോകുന്ന മിക്കവാറും റീനൽ ഫെയിലിയർ ആയിരിക്കും. ലിവറിനാണ് പ്രോബ്ലം. പക്ഷേ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും അമ്മ റീനൽ ഫെയിലിയറിൽ പോകും. അന്നൊക്കെ വളരെ റെയറാണ്. 40 years ബാക്ക് അന്നൊക്കെ വെരി റെയറാണ് ഈ റീനൽ. ഇപ്പോഴത്തെ പോലെ ഡയാലിസിസ് ഒന്നുമില്ല.
ആകെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 2ഓ 3ഓ ഡയാലിസിസ് യൂണിറ്റ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ ഒന്നും ഡയാലിസിസ് ചെയ്യാൻ പറ്റാതെ തന്നെ പലപ്പോഴും പേഷ്യൻസ് മരിക്കാറുണ്ടായിരുന്നു. ആ ടൈം കിട്ടുകയില്ല. ഡയാലിസിസ് യൂണിറ്റ് ആകെ മെറ്റേണിറ്റി സെന്ററിന് ഡയാലിസിസ് യൂണിറ്റ് ഒന്നുമില്ല. ആകെ മെഡിക്കൽ കോളേജിലുള്ള 1ഓ 2ഓ ആണ്. അപ്പം ചെയ്യാൻ സാധിക്കാതെ വരും. അത് കഴിഞ്ഞ് ഇനി ഇൻ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്കും ലിവർ ഫെയിലിയർ വന്നു, ലിവറിന്റെ ആസൈറ്റിസും ഒക്കെ വരാൻ തുടങ്ങും. ആ ടൈമിലൊക്കെ അത്ര മെറ്റിക്കുലസ് കെയർ കൊടുത്താൽ മാത്രമേ അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റാറുള്ളായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇങ്ങനത്തെ പേഷ്യൻസ് ഒന്നും ഒത്തിരി ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ലല്ലോ. എല്ലാം ഇപ്പോൾ ട്രിവാൻഡ്രം ആ ഏരിയയിലുള്ള എല്ലാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സെറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ കുറേ ഇങ്ങനത്തെ സിക്ക് പേഷ്യൻസ് ഉണ്ടാകും. അപ്പം അതാണ് ഒരു ലിവറിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് വരാം. കിഡ്നിക്ക് വന്നാൽ ഡെഫിനറ്റ്ലി ലിവറിനും വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ സ്കിന്നാണ്. അപ്പം ഈ ലിവറിനോ കിഡ്നിക്കോ പ്രോബ്ലം ഉള്ളവർക്ക് ശ്രദ്ധിച്ചാൽ അറിയാം സ്കിന്നിന് കളർ ഡിഫറൻസ് വരുന്നു. മുഖമൊക്കെ കറുത്ത് വരുന്നു, അല്ലെങ്കിൽ ഈ ചീക്കിൽ അല്ലെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കറുപ്പ് വരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴും വീണ്ടും ശ്രദ്ധിക്കുക, അത് ലിവറിനോ അല്ലെ കിഡ്നിക്കോ ആയിരിക്കും പ്രോബ്ലം. ലിവറിനോ കിഡ്നിക്കോ പ്രോബ്ലം വന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് സ്കിന്നിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ 3rd സ്റ്റേജ് ആണെങ്കിൽ പക്ഷേ SGPTയും SGOTയും നോർമലായിട്ട് നിൽക്കാനും സാധിക്കുന്നു. അപ്പം സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ നേരത്തെ കുടിയനൊക്കെ ആയിരുന്നു, കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അന്നത്തെ ആ ഇമ്പാക്റ്റിൽ അതിന് ഫൈബ്രോസിസിലേക്ക് ലെവലിൽ വന്നാൽ തിരിച്ച് അല്ലെങ്കിൽ അവർ ഡയറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ എൻസൈംസ് നോർമലാവാം. അപ്പോൾ അതായത് ഒരു ആക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ലിവർ ഡാമേജ് അവിടെ സെല്ലുലർ ഡാമേജ് നടക്കുന്നുണ്ടോ എന്നുള്ള ഇൻഡിക്കേഷനാണ്. അപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഈ ടൈപ്പ് ലെവൽ 1ഓ ലെവൽ 2ഓ അല്ലെ ഫൈബ്രോസിസോ ഈവൻ നമ്മൾ കാണാറുണ്ട്. സിറോസിസ് വന്നു, ലെവൽ 4 ഫൈബ്രോസിസ് ആണ്, ലിവർ എൻസൈംസ് ഒക്കെ കൂടുതലുള്ള ആൾ. നമ്മൾ ഈ ക്ലിനിക്കലി നമ്മൾ ഈ സപ്പോർട്ടഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എവറി വീക്ക് അങ്ങനെയുള്ള പേഷ്യൻറ്റിൻ്റെ ലിവർ എൻസൈംസ് നോക്കിക്കൊണ്ടിരിക്കും. മിക്കവരും വളരെ ഫാസ്റ്റായിട്ട് ലിവർ എൻസൈംസ് നോർമൽ ആവും എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ന്യൂട്രീഷനും കൊടുത്ത് ഇത് കൺട്രോളും വരുമ്പോഴേക്കും അവിടുത്തെ ആ ഡാമേജ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഇപ്പം സെൽഫായിട്ടാണെങ്കിലും പേഷ്യൻസ് നോക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഇത് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ആ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ലിവർ എൻസൈംസ് നോർമലായിട്ട് നിൽക്കുന്നത്. അപ്പം പക്ഷെ അത് കൂടാതെ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ മോഡുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ലിവറിനെ റീഗ്രോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ലെവലിലും കൂടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് അവിടുത്തെ ഇൻഫ്ലമേഷൻ മാറ്റി അവിടുത്തെ ലിവർ സെൽസിൻ്റെ ഡാമേജ് കുറയ്ക്കുക. 2 ഉള്ള ലിവർ സെൽസിനെ വെച്ച് ലിവറിനെ റിപ്പയർ ചെയ്ത് ആവശ്യത്തിന്, അതായത് ഒരാൾക്ക് ഒരു ബേസിക് നീർക്കെട്ടും ഒന്നും ഇല്ലാതെ അത്യാവശ്യം ബേസിക് ഫങ്ഷൻസ് ഒക്കെ ചെയ്തു പോകാൻ പറ്റണം. നമ്മുടെ ജോലികളും ഒക്കെ ഇപ്പോൾ ചെറുപ്പക്കാരാണ്, ജോലിക്കൊക്കെ പോകുന്നവരാണ്, ജോലിക്ക് പോകാനും ഒക്കെ പറ്റണം. ഇപ്പോൾ പ്രായമുള്ളവർക്കാണെങ്കിൽ അവർ റിട്ടയർഡ് ലൈഫ് ആണെങ്കിലും ബേസിക് ഫങ്ഷൻസും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കാനുള്ള ഒരു ഹെൽത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും നമ്മൾ ഇതിലൊക്കെ നോക്കുന്നത്. ഇപ്പൊ ഈ ഫാറ്റി ലിവർ സ്കാനിൽ 5-8 വർഷം മുമ്പ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ആള് മരുന്നുകൾ കഴിച്ചിരുന്നു, ഇപ്പൊ അത് നിർത്തി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നീര് കാലയിലും ഒക്കെ ആയിട്ട് വരുന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൽ ഇപ്പം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടി വരും. ഇപ്പം നമ്മളിപ്പോൾ ഇത്തരം പേഷ്യൻസ് ഇപ്പം നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ഇതെടുക്കാൻ വരുന്നവർ, കാരണം അതൊന്നും നമുക്ക് ജസ്റ്റ് ഓഫ് ഹാൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ബോഡിയെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടി വരും. യൂഷ്വലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ലിവർ, കിഡ്നി, ഹാർട്ടിൻ്റെ കണ്ടീഷന്, ബ്ലഡിൻ്റെ സിറ്റുവേഷൻ തന്നെ ഓവറോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈവൻ അവർ ഏത് ഫുഡിനോടാണ് റിയാക്ട് ചെയ്യുന്നത്, ഇപ്പം ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല, ഈവൻ നമ്മൾ ചിലപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഈ ഫാറ്റി ലിവറും ഇങ്ങനെ ഫൈബ്രോസിസും ഒക്കെ സിറോസിസും ഒക്കെ വന്ന് പ്രത്യേകിച്ച് ഈ ആൽക്കഹോൾ ഉപയോഗമൊന്നും ഇല്ലാത്തവർ തന്നെ അല്ലെങ്കിൽ വല്ലപ്പോഴും ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ പേരിലൊന്നും അത്ര സിറോസിസ് ഒന്നും വരേണ്ട കാര്യമില്ല. അപ്പം ചിലർക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണത്തിനോടും ഭയങ്കര ഓവർ റിയാക്റ്റീവ് ആയിട്ട് കാണാം.
ഈവൻ ഗോതമ്പ്, അരി ഇതിനോടൊക്കെ അലർജിക്കല്ല. അതിൽ നമുക്ക് ചില ടെസ്റ്റുകൾ നോക്കുമ്പോൾ അറിയാം അതിനകത്ത് അത് റിയാക്റ്റഡ് ആവുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ അതിനോട് നമ്മുടെ ബോഡി ഇൻടോളറൻസ് കാണിക്കുന്നുണ്ട്. അലർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊറിച്ചിൽ വരിക എന്നുള്ളതല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പുറത്തൊന്നും കാണില്ല, ലക്ഷണങ്ങളിലൊന്നും കാണില്ല. അത് ബ്ലഡിൽ നമ്മൾ IgG ലെവൽ അല്ലെങ്കിൽ IgE ലെവലൊക്കെ നോക്കുമ്പോൾ അത് കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ ഫുഡും കൂടെ കുറച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം ഒരാൾക്ക് ഇപ്പം നമ്മൾ ലിവറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ മുട്ട കഴിക്കരുത് അല്ലെങ്കിൽ പാല് കഴിക്കരുത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് ചിലതിനോടായിരിക്കും. ചിലർക്ക് ഇപ്പം നമ്മൾ കരുതും വെണ്ടയ്ക്ക അതൊക്കെ നല്ല ഹെൽത്തി ഫുഡായിട്ടല്ലേ കാണുന്നത്. ഓർ ചീര ഹെൽത്തി ഫുഡായിട്ടല്ലേ. ഈവൻ ചിലർക്ക് ചീര പറ്റാത്തതുണ്ടാവും, ചിലർക്ക് വെണ്ടയ്ക്ക പറ്റാത്തതുണ്ടാവും, ചിലർക്ക് ടൊമാറ്റോ പറ്റാത്തതുണ്ടാവും. അതിനോട് നമ്മുടെ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുകയാണ്. അത് എങ്ങനെ വന്നു നമുക്ക് തന്നെ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. പലപ്പോഴും നമ്മൾ ഈ ടൊമാറ്റോ സോസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കെമിക്കലൊക്കെ ഉള്ള ഇട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പല സാധനവും ഒത്തിരി മോഡിഫൈഡ് ഒക്കെയാണല്ലോ വരുന്നത്, അതുകൊണ്ടൊക്കെ ആവാം. എനിവേ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്ത് വരും ഇന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ആണെങ്കിൽ കുറഞ്ഞു വരും. മറ്റേ ലിവർ എൻസൈംസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും. ഫാറ്റി ലിവർ മാറി നമ്മൾ യൂഷ്വലി ഒരു 3 months ആയിട്ട് റിപ്പീറ്റ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാറുള്ളൂ. പക്ഷെ നീർക്കെട്ട് അങ്ങനത്തതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കുറയും. സിംറ്റമാറ്റിക് റിലീഫ് വിതിൻ 1 or 2 സാധാരണ ഇതിൽ വരുമ്പം പേഷ്യൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വിതിൻ 1 or 2 വീക്സ് തന്നെ സിംറ്റമാറ്റിക് റിലീഫ് നന്നായിട്ട് കിട്ടും. മിക്കവാറും ഉള്ള ഇങ്ങനത്തെ ഈ ഫങ്ഷൻ ടെസ്റ്റുകളിലൊക്കെ ഡാമേജ് ഒത്തിരി വന്നിട്ടില്ലെങ്കിൽ യൂഷ്വലി അതൊക്കെ പ്രത്യേകിച്ച് ലിവറിൻ്റെ കാര്യത്തിൽ വളരെ ഫാസ്റ്ററായിട്ട് തന്നെ ലിവർ ഫങ്ഷനിങ് കറക്റ്റ് ആവാറുണ്ട്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കാണുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ട്യൂമർ മാർക്കേഴ്സ്. നമ്മൾ ഇതിനകത്ത് യൂഷ്വലി നമ്മൾ കുറച്ച് പ്രായം കൂടെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ട്യൂമർ മാർക്കേഴ്സ് നോക്കും. അതായത് ക്യാൻസർ പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ യൂഷ്വലി അവരൊക്കെ ചാൻസ് ഫോർ ഡയബറ്റീസ് ആണ്, ക്യാൻസർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒക്കെ പല ട്യൂമർ മാർക്കേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് PSA പ്രോസ്റ്റേറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഓവറിക്ക് വേണ്ടി CA-125. അതുപോലെ തന്നെ നമുക്ക് കോളൻ ക്യാൻസർ അല്ലെ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സിൻ്റെ ഉണ്ട്, CE എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്, സിഫ്ര, അങ്ങനെ കുറേ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ഇവൻ ലിവറിന് വേണ്ടിയിട്ടുള്ളതാണ് AFP എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കൂടെ നോക്കാം. അപ്പോൾ അതിലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ക്യാൻസർ എന്നും പറഞ്ഞ് ഓടി നമ്മൾ ഓർഗൻ എടുത്ത് കളയുകയോ അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യുകയോ എന്നുള്ളതല്ല. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായി വരും എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ കറക്റ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻ്റ് കുറേ 3-4 മാസം കാണാതെ ഇരുന്നിട്ട് അവർ പിന്നെ ഇതൊക്കെ അങ്ങ് തെറ്റിച്ച് ഒന്നും നോക്കാതെ എക്സസൈസും ചെയ്യുന്നില്ല, ഫുഡും ഒക്കെ ഇഷ്ടംപോലെയൊക്കെ തെറ്റിയതുമൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ അത് വീണ്ടും കൂടുന്നതും കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈവൻ ക്യാൻസർ പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ. ഇപ്പം ലിവറിൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് പ്രതിരോധ ശക്തിയും ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ അതിനും വീക്ക്നെസ് വരും എന്ന് പറയാറുണ്ട്. അതേസമയം ഈ പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ട് തിരിച്ചും ഈ ലിവറിന് കൂടുതൽ പ്രോബ്ലംസ് വരാറുണ്ടെന്നും. ശരിക്കും എന്താണ് ഇപ്പം ലിവറിൻ്റെ ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്നതാണോ? ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ തുടക്കമാണ്. ഫാറ്റി ലിവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈബ്രോസിസ് വന്ന് സിറോസ് വരുമ്പോൾ ലിവർ സെൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലിവർ സെല്ലാണ് നമുക്ക് വേണ്ട എല്ലാം ഉണ്ടാക്കുന്നത്. അതിൽ ആൽബുമിൻ, അതിനകത്ത് ഒരു മെയിൻ നമ്മളുടെ ബ്ലഡിൻ്റെ ആ ഇൻറ്റഗ്രിറ്റി നിർത്തുന്നത് തന്നെ, അതായത് ബ്ലഡ് രക്തക്കൊഴലുകൾക്കുള്ളിലകത്ത് നിലനിർത്തുന്നത്. അതായത് നമ്മൾ ബ്ലഡ് പുറത്തേക്ക് ചെല്ലുമല്ലോ, വന്ന ചെറിയ ചെറിയ രക്തക്കൊഴലിൽ വന്നിട്ട് പിന്നെ വെയിൻ വഴി, അതായത് അശുദ്ധരക്തം കൊണ്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകണമല്ലോ. അതിന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയുന്നത്. ആ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൽബുമിൻ എന്നുള്ളൊരു പ്രോട്ടീനാണ്. ഈ ആൽബുമിൻ ഉണ്ടാക്കുന്നത് ലിവറാണ്. അതുപോലെ നമ്മൾ ബ്ലഡ് ക്ലോട്ടാക്കാനുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു 8-10 ഉണ്ട്. സോ മെനി പ്രോട്ടീൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ലിവറാണ്.
അപ്പോൾ ഈ ലിവറിന് വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കലും നടക്കാതെ വരും. അപ്പം പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ ബ്ലീഡിങ് വരുന്നത്. ഈവൻ നമ്മളുടെ പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ക്ലോട്ടിങ്ങിൻ്റെ തുടക്കം ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് ആണല്ലോ. നമ്മൾ ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നാണല്ലോ നമ്മൾ ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. ഈ പ്ലേറ്റ്ലെറ്റിനെ ഉണ്ടാക്കാനുള്ള മെസ്സേജ് കൊടുക്കാൻ ഒരു ഹോർമോൺ ഉണ്ട്, അത് ത്രോംബോപോയറ്റിൻ എന്ന് പറയും. അതുണ്ടാക്കുന്നത് ലിവറാണ്. അപ്പം ഈ ലിവറിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് തന്നെ കുറഞ്ഞു പോകും. അത് ഒരു സ്റ്റേജ് ആ ടൈപ്പ് ഓഫ് സെൽസിന് ഡാമേജ് വന്നിട്ടുണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകും. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഡെങ്കു ഫീവറൊക്കെ വന്നു കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു, പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലീഡിങ് വന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതും വെരി ഡേഞ്ചറസ് കണ്ടീഷനാണ്. കാരണം ബ്ലീഡിങ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. ലിവർ നമുക്ക് ബോഡിക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യം വേണ്ട ഒരു ഓർഗൻ തന്നെയാണ് ലിവർ. പക്ഷെ ലിവർ ഒത്തിരി സഹിക്കും, ലാസ്റ്റ് മിനിറ്റ് പ്രശ്നം പറയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നേരത്തെയും കണ്ടൊക്കെ ചെയ്തില്ല ലിവറിൻ്റെ ഹെൽത്തൊക്കെ നമ്മൾ തന്നെ, അതായത് ചില ആൾക്കാരുണ്ടല്ലോ കംപ്ലൈൻറ്റ് പറയാതിരിക്കുന്നത്, ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിൽ സഹിച്ചിരിക്കുന്നത് പോലെ. അപ്പം ലിവറിന് ഇത്രയും ഇമ്പാക്റ്റുകളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് വേദന അറിയാനുള്ള സെൻസസ് ഒക്കെ അവിടെ കുറവുമാണ്. ലിവറും കിഡ്നിയാണ് ഏറ്റവും സഹനശേഷി ഏറ്റവും കൂടുതലുള്ള ഓർഗൻസിൽ പെട്ടതാണ് ലിവറും കിഡ്നിയും. അതുകൊണ്ട് നമ്മൾ അതിന് പ്രത്യേക കെയർ കൊടുത്ത് അതിന് ടെസ്റ്റിന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും വേദനയില്ലാത്തതുകൊണ്ട് ആരും ലിവർ ഫെയിലിയർ, ഫാറ്റി ലിവർ കണ്ടാലും ആരും മൈൻഡ് ചെയ്യില്ല. ഫാറ്റി ലിവർ ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്, അതവിടെ ഇരുന്നു, എല്ലാവർക്കും ഉണ്ട്, പിന്നെ എനിക്കും ഉണ്ട്, ദാറ്റ്സ് ഓൾ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. ഈവൻ സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ നടക്കും. 3 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ നടക്കും കൂടുതൽ പേരും. പിന്നെ 3 ഒക്കെ എത്തുമ്പോഴേക്കും ചിലരൊക്കെ കുറച്ചും കൂടി ഒരു പേടിയുള്ളവരാണെങ്കിൽ അപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ ബേസിക്കലി നമ്മൾ സ്റ്റേജ് 1 ഫാറ്റി ലിവർ എന്ന് പറയുമ്പം, അപ്പോൾ ആ ഒരു സ്റ്റേജ് 1-ലാണെങ്കിൽ നമുക്ക് സ്വയം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നോക്കിയിട്ട് വീണ്ടും നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചിട്ട് 2-3 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കുക. എന്നിട്ട് പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സപ്പോർട്ടൊക്കെ, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ആലോചിക്കുക. അല്ലാതെ പോയി മരുന്ന് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ട് ഇപ്പം എന്തോ മരുന്ന് കിട്ടി എൻ്റെ ലിവർ ശരിയാക്കി എടുക്കാമെന്ന് എഴുതിയാൽ അങ്ങനെ ഒരു മരുന്നില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ വെള്ളത്തിൽ കൂടെ ഫുഡ് പോയ്സണിങ് പോലെ ബാക്ടീരിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് വരാറുണ്ട്. അപ്പം അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നതിന് ഈ ലിവറുമായിട്ട്, ലിവറിനെ അത് ചില സാഹചര്യത്തിൽ വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാം എന്ന്. അതിനെപ്പറ്റി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫുഡ് പോയ്സണിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടി വരുന്നത് ലിവർ തന്നെയാണ്. ലിവർ ഇപ്പം ഫുഡ് പോയ്സണിങ് ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എയും ബി പിന്നെ നമുക്ക് സീറം വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ ആണല്ലോ ഏറ്റവും ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൻ ഇൻഫെക്ഷൻ. അത് നമ്മളുടെ ഫുഡിൽ കൂടെ തന്നെ വരുന്നതാണ്. പിന്നെ അതുപോലെ അമീബിയാസിസ് വന്നു കഴിഞ്ഞാൽ അത് ലിവറിനെ ബാധിക്കാം. ഇപ്പോൾ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു സ്ഥിരം ഒരു ഇതായിരുന്നു ഈ ലിവറിനകത്ത് ഈ അമീബിയാസിസ് വരുമ്പോൾ നമ്മൾ വയറുകടി എന്നൊക്കെ പറയുമല്ലോ പണ്ട്. അതായത് ബ്ലഡും മ്യൂക്കസും കൂടെ സ്റ്റൂളിൽ കൂടെ പോകുന്നതാണ് ഒരു തരം ഇതാണ്. അതൊരു പ്രോട്ടോസോവൽ ഇൻഫെക്ഷനാണ്. അത് അക്കാലത്തൊക്കെ വളരെ കൂടുതലായി. ഇപ്പോൾ ഒക്കെ ആൻറ്റിബയോട്ടിക്സും അതിനൊക്കെ ഉള്ള ആൻറ്റി പ്രോട്ടോസോവൽ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അത് വെരി എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. അന്നൊക്കെ ഒരു സ്ഥിരം ഒരു ഇതായിരുന്നു, ലിവർ നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് ഈ പഴുപ്പ് പോലെയുള്ളത് എടുക്കും. അത് ഈ അമീബിയാസിസ് വന്നിട്ട് ലിവറിനകത്ത് വലിയ സിസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉണ്ടോ അങ്ങനത്തെ രോഗങ്ങളധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ആ കാലത്ത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ചെയ്യുന്ന ഒരു ലിവർ ആസ്പിറേഷനും, അന്നൊന്നും സ്കാനിങ് ഒന്നും വന്നിട്ടില്ല, സ്കാനൊന്നും ഇല്ല. അപ്പം നമ്മൾ സിംറ്റംസ് വൈസാണ് നമ്മൾ എല്ലാം ബ്ലൈൻഡായിട്ടാണ് ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് എല്ലാം അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നമുക്ക് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് ഐ പോലെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളൊക്കെ. അക്കാലത്ത് അതൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പം നമ്മൾ ഇതൊരു സ്ഥിരം ചെയ്യുന്നതാണ്. അതൊക്കെ ഫുഡ് ഇൻഫെക്ഷനിൽ കൂടെ തന്നെ വരുന്നതാണ്.
അത് ഫുഡ് ഇൻഫെക്ഷൻ ഇമ്മീഡിയറ്റ് വരാൻ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അമീബിയാസിലൊക്കെ ലിവറിനെ ബാധിച്ച് വരുമ്പോഴേക്കും കുറേ കൂടെ താമസിച്ചിട്ടുണ്ടാവും. ഈവൻ ജോണ്ടിസ് പിറ്റേ ദിവസം അല്ലല്ലോ വരുന്നത്. നമ്മളൊരു ഫുഡിൽ കൂടെ നമ്മൾ വെള്ളത്തിൽ കൂടെയോ ഫുഡിൽ കൂടെയോ അമീബിയാസ് വന്ന് ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും പതുക്കെ നോസിയ വന്ന് ഇതൊക്കെ വരുന്നത്. പിന്നെ മറ്റുള്ള ചില ബാക്ടീരിയാസ് ഒക്കെ വരുന്നത് നമുക്ക് അതുപോലെ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും ഡാമേജും കൂടെ ഉണ്ടെങ്കിൽ വല്ല ഈ അൾസറും ഒക്കെ ഉള്ളവർക്ക് നേരെ ഇതെല്ലാം കയറിപ്പോവും. നമ്മൾ ഈ കഴിക്കുന്ന സാധനം, പ്രത്യേകിച്ച് നമ്മൾ ഈ അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് മരുന്നും കഴിക്കുന്നവർക്ക് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലെ ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. പക്ഷെ നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെ കാണാറുണ്ട്, വർഷങ്ങളായിട്ട് അസിഡിറ്റിക്ക് വേണ്ടി മരുന്ന് കഴിക്കുക. കാരണം ആസ്പിരിനും കഴിക്കുന്നുണ്ട്, അസിഡിറ്റിക്ക് മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ആസിഡ് വേണ്ടത്രയും കാണുകയില്ല. അത് തന്നെ നമുക്ക് ഇൻഫെക്ഷൻസിന് ചാൻസ് കൂട്ടുകയാണ്. അപ്പം ഈ അസിഡിറ്റിക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നത് നമ്മളുടെ ഫുഡ് ഇൻഫെക്ഷനും അതിനകത്ത് വരാനുള്ള പോസിബിലിറ്റി കൂട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ശരിക്കും ഈ ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിലുള്ളത്. എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതിന് ഈ ആസിഡ് അങ്ങ് ഡീറ്റോക്സ് അതിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അതിനെയും കൂടെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെയും കൂടെ നമ്മുടെ ഭക്ഷണമാക്കി മാറ്റും. എന്തെങ്കിലും വൈറസോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് എസ്കേപ്പ് ചെയ്യാൻ അത് അതിനകത്തുനിന്ന് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷനിലേക്കൊക്കെ പോകുന്നത്. അതായത് സ്റ്റൊമക്കിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ. അപ്പം സ്റ്റൊമക്കിൽ നമ്മൾ ഒത്തിരി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്തരം മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പോയിസണിങ്ങിലേക്ക് പോകാനും അത് സീരിയസ് ആണ്. ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ഇതൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റീസും ഇതൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് പോകാം. ഈവൻ ഡയബറ്റിക് പേഷ്യൻ്റ് ഓൾറെഡി കിഡ്നി കോംപ്രമൈസ്ഡ് ആണ്. അപ്പം ലിവറിനേക്കാളും കൂടുതൽ ആദ്യം ചിലപ്പം റീനൽ ഫെയിലിയർ ആയിരിക്കും അവർക്ക് വരുന്നത്. കാരണം ഓൾറെഡി അവരുടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാത്തിനും കൂടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഒരു ഫുഡ് ഇൻഫെക്ഷനും കൂടെ വരുമ്പം റീനൽ ഫെയിലിയറിലേക്ക് പോയിരിക്കും. സോ ഇതെല്ലാം കണക്ട് ചെയ്താണ് കിടക്കുന്നത്. വയറിനകത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഡയറക്റ്റ്ലി വരുന്നത് ലിവറിലേക്കായിരിക്കും. കാരണം നമ്മളുടെ ഫുഡിൻ്റെ അവിടെ നിന്നുള്ള, അതായത് ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള സർക്കുലേഷൻ നേരെ ഹാർട്ടിലേക്കല്ല പോകുന്നത്. അത് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞ് ലിവറിനകത്ത് ചെന്ന് അവിടെ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടാണത് നമ്മുടെ മെയിൻ സർക്കുലേഷനിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ ബേർഡൻ എടുക്കേണ്ടി വരുന്നത്, അതായത് വയറിനകത്ത് നടക്കുന്ന രോഗങ്ങളുടെ എല്ലാം ഇമ്പാക്റ്റ് എടുക്കേണ്ടി വരുന്നത് ലിവറാണ്. അപ്പം ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് അങ്ങനത്തെ കുറേ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ടല്ലോ, ക്രോൺസ് ഡിസീസ്. അപ്പോൾ അതിലൊക്കെ അൾസേഴ്സ് ഉണ്ടാവും വയറിനകത്ത്. അതുപോലെ അസിഡിറ്റി അൾസേഴ്സ് ഉള്ളപ്പം അതിനകത്തൂടെ ബാക്ടീരിയസും വൈറസും ഒക്കെ അതിൽ തന്നെ ഒത്തിരി ബാക്ടീരിയസ് ഒക്കെ ഈക്കോളയൊക്കെ നമ്മുടെ വയറിനകത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം ഈക്കോള് വയറിനകത്ത് കിടന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഈക്കോള് കയറി ബ്ലഡിലേക്ക് കയറി ലിവറിലേക്കും കിഡ്നിയിലേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റിസീമിയയും വലിയ സിവിയർ ഡിസീസിലേക്ക് പോകാം. അപ്പോൾ ഈ ഫുഡ് ഇൻഫെക്ഷനിൽ അങ്ങനെയും കൂടെയൊക്കെ സംഭവിക്കും. കുടലിനകത്ത് ഈക്കോള ഉണ്ടാകും, ദറ്റ് ഈസ് ഓക്കെ. പക്ഷെ അത് ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു, അത് ബ്ലഡിനതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ സെപ്റ്റിസീമിയ അങ്ങനെ സിവിയർ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്കൊക്കെ പോവാം. ഈ എക്സർസൈസ് ഫാറ്റി ലിവറിന് ഒരു മരുന്നായിട്ട് കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ്, എങ്ങനെയാണ് ഈ എക്സർസൈസ് ഫാറ്റി ലിവറിനെ റിപ്പയർ ചെയ്യാനോ ശരിയാക്കി എടുക്കാനോ സഹായിക്കുന്നത്? എക്സസൈസ് വരുമ്പം നാച്ചുറലി ഫാറ്റ് ബേണപ്പ് ചെയ്യുകയാണല്ലോ, നമ്മളെ കാലറി കെട്ടിക്കിടക്കുകയാണല്ലോ. അവിടെ ഫാറ്റി ലിവർ വന്ന് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് എല്ലായിടത്തും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതിനെ ബേൺ ഔട്ട് ചെയ്യുകയാണ് ഒരു കാര്യം വരുന്നത്. ദറ്റ് ഈസ് ഡയറക്റ്റ് ബേണിങ് ഔട്ട് ഓഫ് ദ ഫാറ്റ്. നമ്മുടെ വെയിറ്റും കുറയും, എക്സസൈസ് ചെയ്യുമ്പം വെയിറ്റും കുറയും, പ്രൊവൈഡഡ് ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട്. എക്സസൈസ് ചെയ്യുക, അതിലും കൂടുതൽ പോയി ഭക്ഷണം എടുത്ത് കഴിച്ചാൽ നമ്മൾ അങ്ങനെയും കാണാറുണ്ട് ആൾക്കാർ. ഭയങ്കര ജിമ്മിലൊക്കെ പോയി കിടന്ന് വർക്കൗട്ട് ചെയ്യും, ജിമ്മിൻ്റെ പുറത്ത് ഉള്ള ജങ്ക് ഫുഡ് എല്ലാം ഉണ്ടാവും അല്ലേ. എല്ലാം മിക്കവാറും കൂടിയ ജിമ്മിൻ്റെ എല്ലാം കൂടെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ കാണും. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, അവിടെ പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ഫുഡും കാലറി റെസ്ട്രിക്റ്റ് ചെയ്ത് കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ കുറഞ്ഞ് ഡയറ്റും എടുത്ത്. ഇപ്പോൾ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലെല്ലാം ബ്രെഡ് ബേസ്ഡ് ആയിരിക്കും. അപ്പം അതും ബ്രെഡ് സോസുകൾ ഇല്ലേ, അതട്ടിട്ടുള്ള പരിപാടികളാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ
മോഡേൺ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബേക്ക്ഡ് ഐറ്റംസ്, അതിൻ്റെ കൂടെ കുറേ സോസ്, പിന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വല്ലതും ഉണ്ടാക്കിയ എന്താ ഈ സാധനങ്ങളായിരിക്കും, മീറ്റും മൈദയെല്ലാം കൂടെ കൂട്ടിയുള്ള കുറേ മീറ്റ് പ്രിപ്പറേഷൻസ്. ശരിക്കുള്ള മീറ്റ് ആവില്ല, അത് മീറ്റ് അരച്ച് അതിനകത്ത് നമ്മൾ കാണുന്ന ഹോട്ട് ഡോഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് മീറ്റ് അല്ല ശരിക്കും, അതിനകത്ത് ഒരു നല്ല പങ്കും മൈദയും കുറേ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും എല്ലാമാണ്. അപ്പം അത്തരം ഒന്നോ രണ്ടോ പീസും ഉണ്ടാവും, കുറച്ച് ബ്രെഡും ഉണ്ടാവും, പിന്നെ ഹെൽത്തി എന്ന് പറയാൻ കുറച്ച് സലാഡ്സോ ലീവ്സും ഉണ്ടാവും. ഇതാണ് നമ്മൾ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട്. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഫുഡും അത് കഴിച്ച് എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ലിവറിന് ബെനിഫിറ്റാണ്. അത് ഡയറക്റ്റ്ലി ബേൺ ഔട്ട് ചെയ്യും. അതുകൂടാതെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹോൾ ബോഡിയിലെ ഹോർമോൺ സിസ്റ്റം, നമുക്ക് നമ്മുടെ ബോഡിയെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സ്കെൽറ്റൽ മസിൽസ് മാത്രമാണ്. നമുക്ക് വോളണ്ടറി ആയിട്ട് ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും ഇൻവോളണ്ടറി ആണ്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ സ്കെൽറ്റൽ മസിൽസ്, അതായത് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുക. അത് നമ്മുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസ് ഉണ്ടെന്നുള്ളതാണ്. ഒരു ഐഡിയൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൾ 650 മസിൽസിനെ ഒന്നിച്ചല്ല, ഇൻ എ സിസ്റ്റമാറ്റിക് വേയിൽ അതിനെ എക്സസൈസ് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹോൾ ബോഡിയിലെ സർക്കുലേഷനും ഒക്കെ കറക്റ്റ് ചെയ്ത് ഈവൻ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് പോലും കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സസൈസാണ് നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്. ഈവൻ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് നമ്മൾ മോഡുലേറ്റഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോഴും ഇത്ര ഫാസ്റ്റായിട്ട് ഇപ്പം പലരും കരുതും, ചിന്തിക്കാറുണ്ട്, ഓ എല്ലാ അസുഖങ്ങളും കൂടെ എങ്ങനെ അങ്ങനെ അങ്ങ് മാറ്റാൻ പറ്റുന്നത് എന്ന്. പലപ്പോഴും ഈവൻ ആർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്, കാരണം നമ്മൾ വേറൊരു രീതിയിലാണല്ലോ ലാസ്റ്റ് 100 years നമ്മൾ ചിന്തിച്ചിരുന്ന രീതി തന്നെ വ്യത്യാസമാണ്. അപ്പം അതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മളുടെ ആ ശരിക്കുമുള്ള നമ്മളുടെ ലൈഫ് സയൻസസിനെ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ന്യൂട്രീഷൻ, കറക്റ്റ് എക്സസൈസ്, നോട്ട് ടു ലിറ്റിൽ, നോട്ട് ടു മച്ച്. അത് ഇപ്പം ഇന്ന് പറഞ്ഞതല്ല, ശരിക്കും 2400 years ബാക്ക് ഹിപ്പോക്രറ്റ്സ്, മോഡേൺ മെഡിസിൻ്റെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ഹിപ്പോക്രറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണിത്. ഇത് നമുക്കറിയാമല്ലോ, നമ്മളുടെ മോഡേൺ മെഡിസിനിലും ഇന്ത്യൻ മെഡിസിനിലും പറയും ഫുഡ് ഈസ്, ഹിപ്പോക്രറ്റ്സിൻ്റെ കോട്ടാണ് ഫുഡ് ഈസ് മെഡിസിൻ, മെഡിസിൻ ഈസ് ഫുഡ് എന്നുള്ളത്. അപ്പം ഫുഡാണ് നമ്മൾ ശരിക്കുമുള്ള മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ പക്ഷേ നേരെ തിരിച്ചാണ്, ഓരോരുത്തരും ഒരു 10-30 ഗുളികകളാണ് ഒരു ദിവസം കഴിക്കുന്നത് ചിലരൊക്കെ. അപ്പം മരുന്ന് ഭക്ഷണമാക്കുന്ന ഒരിതാണ്, അത് നമുക്ക് ആ ബോഡിക്ക് അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ മരുന്ന് എന്തും നമ്മുടെ വയറിനും അസ്വസ്ഥത ഉണ്ടാക്കും, ലിവറിനുമാണ് അതിൻ്റെ ഫസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. റിയൽ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ ആയിരിക്കണം നമ്മളുടെ കറക്റ്റായിട്ടുള്ള മെഡിസിൻ ശരിക്കും. അതുപോലെ ഫുഡ് പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഹെക്റ്റിക് എക്സസൈസ് അല്ല, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മളുടെ ഈ മസിൽസിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളുടെ ഈ മസിൽസിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പം അത് ഈവൻ നമ്മുടെ ഓരോ മസിലും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. നമ്മൾ ഓരോ പോയിന്റും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തും അതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ഇറിറ്റബിലിറ്റി, ദേഷ്യം, ഇതെല്ലാത്തിനും വ്യത്യാസം വരും. അപ്പം നമ്മൾ എക്സസൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടി, ഈവൻ ഫുഡും കറക്റ്റ് എക്സസൈസും വന്നാൽ ഫിസിക്കൽ ഡിസീസ് പ്രശ്നങ്ങൾ മാത്രമല്ല, മെൻ്റൽ ഡിസീസും ആക്ച്വലി ഈ സെയിം പാറ്റേൺ. അപ്പം നമ്മൾ ലിവറിനും പ്രഷറിനും ഡയബറ്റീസിനും ഉള്ള സെയിം പാറ്റേൺ ഓഫ് ഇത് തന്നെയാണ് മെൻ്റൽ ഡിസീസ് ഉള്ളവർക്ക്. 4-5 സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നവർക്ക് പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു നിലയുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി അവർക്കും ഇതിനകത്തുനിന്ന് തിരിച്ചു വരാൻ, അതായത് ഈ സൈക്കാട്രിക് മെഡിസിൻസ് പോലും നമുക്ക് നിർത്തി അവർക്ക് ഫ്രീ ആകാൻ പറ്റും എന്നുള്ളതാണ്. ഈ തൈറോയിഡിന്റെ കാര്യത്തിലും പറയാറുണ്ട്, തൈറോയിഡ് ഫങ്ഷൻ തെറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഹോർമോൺ റീപ്ലേസ്മെന്റ് പോലെ കൂടുതൽ എടുക്കേണ്ടി വന്നാൽ അപ്പോഴും ഈ ഫാറ്റി ലിവർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറാനുള്ള സാധ്യത കൂടുന്നു. അത് എത്രമാത്രം
ശരിയാണ്. അതിനെന്താ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുക? ഈ മെറ്റബോളിസം നടക്കുന്ന സ്ഥലമാണ്, അതായത് നമ്മളുടെ മെറ്റബോളിസത്തിന്റെ സെന്ററാണ് ലിവർ. പക്ഷെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു മേജർ ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അതുപോലെ ഇൻസുലിൻ, അങ്ങനെ പല ഹോർമോൺസ് ഉണ്ട്. പക്ഷെ തൈറോയ്ഡ് ഹോർമോൺ ഒരു ജനറലി, ഇപ്പം ഇൻസുലിന് ഒരു കുറച്ച് വേറെ രീതിയിലുള്ള ഫങ്ഷൻ ആയിരിക്കും. പക്ഷെ ഈ ഹോർമോൺസിന് എല്ലാം ആക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ ഇതാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പൊ തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് വരുമ്പം ഫാറ്റി ലിവർ വരാൻ അത് ഡെഫിനറ്റ്ലി ഇത് വരും. ഈവൻ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് തൈറോയിഡിന് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് കൊടുക്കുമല്ലോ, തൈറോയ്ഡ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അതും കൂടെ നമ്മൾ ഓർക്കണം. തൈറോയിഡിന്റെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. തൈറോയ്ഡ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെങ്കിലും മറ്റേ ഗ്രേവ്സ് ഡിസീസസ്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കുന്നതാണെങ്കിൽ രണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആൾക്ക് മറ്റ് ഓർഗനുകളിലേക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാം. അപ്പൊ തൈറോയിഡിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആൾക്ക് ലിവറിനും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാം. അപ്പൊ ഈ ഫാറ്റി ലിവറിന്റെ കാരണം അവർക്ക് മിക്കവാറും മെറ്റബോളിസത്തിന്റെ പ്രശ്നം വന്നിട്ട് അവിടെ മെറ്റബോളിസം കറക്റ്റായിട്ട് ആകാതെ ഫാറ്റ് കിട്ടുന്നുണ്ടാകും. അതുകൂടാതെ ചിലപ്പം ലിവറിനെയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിക്കുന്നുണ്ടാവും. അപ്പൊ അത് മൾട്ടിപ്പിൾ രീതിയിലായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാമിലിയിലായിട്ട് പലർക്കും ഈ ലിവർ സിറോസിസ് ഒക്കെ വരുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിരിക്കും. ഇത് കൂടാതെ ഏതെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റേത് ഓർഗനെ വേണേലും നെക്സ്റ്റ് ബാധിക്കാം. കാരണം ഒരിടത്തങ്ങ് തൈറോയിഡിനെ ബാധിച്ചു എന്ന് പറഞ്ഞ് അവിടെ മാത്രമായിട്ട് അത് നിൽക്കില്ല. തൈറോയിഡിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ മിക്കവാറും ലിവറിൽ ഫാറ്റി ലിവറും ലിവർ ഫൈബ്രോസിസ് വരാം. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് വരാം. ഈവൻ കിഡ്നിയെ ബാധിക്കാം. കിഡ്നിയുടെ ഇപ്പം ഒറ്റ ഡിസീസ് തന്നെ ആവണമെന്നില്ല. മെറ്റബോളിക് അല്ലെങ്കിൽ ലിവർ കിഡ്നി ഫെയിലിയർ വരുന്ന ആൾക്ക് കിഡ്നി ഡയബറ്റീസ് കൊണ്ടോ അല്ല പ്രഷർ മാത്രം ആവണമെന്നില്ല. അതിനൊപ്പം ചിലപ്പോൾ അവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഇമ്പാക്റ്റും കൂടെ ഉണ്ടാവാം. അതാണ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ കൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് യങ് ഏജിലൊക്കെ ഒരു കാര്യമായിട്ടൊരു ഓർഗനെ ഡാമേജ് വരുവാണെങ്കിൽ അവിടെ മിക്കവാറും പലപ്പോഴും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സും കൂടെ ഉണ്ടാകുന്നുള്ളതാണ്. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും.